സേഫ് സെലബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ, വീണ്ടും കോടതിയെ സംരക്ഷണം തേടി സമീപിച്ചിരുന്നു പെൺകുട്ടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഇത് എത്രത്തോളം ആശ്വാസകരമാണ് ഈ കുംഭമേള താരത്തെ സംബന്ധിച്ച്? എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുണ്ടായ നിരീക്ഷണങ്ങൾ? ദിവ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്ടിലേക്ക് മടങ്ങിയാൽ ദുരഭിമാന ഹത്യയ്ക്ക് വിധേയമാക്കും തന്നെ എന്നുള്ള ഭയമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പാലാരിവട്ടം പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ആ ഹർജി വീണ്ടും പരിഗണിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കോടതിയെ അറിയിക്കാതെ ആ പെൺകുട്ടിയെ കൈമാറരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. നേരത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു, മധ്യപ്രദേശ് പോലീസിന് ഈ പെൺകുട്ടിയെ കൈമാറണം എന്നുള്ളത്. കോടതി അതിപ്പോൾ വിലക്കിയിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസിന് ഉൾപ്പെടെ ആർക്കും ഈ പെൺകുട്ടിയെ കൈമാറരുത്. അവർ ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ പോലീസിന്റെ സംരക്ഷണം നൽകണം. അതിന് ഒരു കാലതാമസവും ഉണ്ടാകരുത് എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളാണ് സേഫ് സെലബ്ദീൻ നൽകിയത്.